ഇനി നമ്മളിവിടെ പഠിക്കുന്ന prokaryotic cells ആണ് കേട്ടോ. Prokaryotic cells that include different types of bacteria. അല്ലെ, prokaryotic cells എന്ന് പറയുന്നത് എന്താ? ന്യൂക്ലിയസ് ഇല്ലാത്ത primitive nucleus ഉള്ള സെൽസിനെയാണ് prokaryotic cells എന്ന് പറയുന്നത്. So that include the bacteria, blue-green algae. Blue-green algae is nothing but cyanobacteria. അതായത് they have photosynthetic pigments, they can do photosynthesis, they show the characteristic features of the plants, but they do not have nucleus, and that is called as blue-green algae or cyanobacteria. And we can see the normal bacteria and PPLO or pleuropneumonia like organisms, mycoplasma. Okay, mycoplasma, pleuropneumonia like organisms. പണ്ട് mycoplasma നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടൈമാണ്, പക്ഷെ പ്ലൂറോന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് എന്നായിരുന്നു പണ്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മൈക്കോപ്ലാസ്മ ആൻഡ് പ്ലൂറോന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. Now these are generally smaller and it will be multiplied by binary fission. അത് സാധാരണ ചെറിയ ഓർഗാനിസം ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ബൈനറി ഫിഷൻ അല്ലെങ്കിൽ അമൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ്. അമൈറ്റോട്ടിക് ഡിവിഷൻ അല്ലെങ്കിൽ ബൈനറി ഫിഷൻ വഴിയാണ് ഈ prokaryotic organisms multiply ചെയ്യുന്നത്. And we can see the shape of these organisms, it is varying. ബാക്ടീരിയ ഒക്കെ പലതരത്തിലുള്ള ഷേപ്പ് കാണിക്കാറുണ്ട് അല്ലെ. Which are the different shapes of bacteria shapes shown by the bacteria? Cocci shape. Cocci shape എന്ന് പറഞ്ഞാൽ എന്താ? Spherical shape. Bacillus. Bacillus എന്ന് പറയുന്നത് എന്താ? Rod shape. അതുപോലെ coma shape. Coma shape is shown by some group of organisms, some group of bacteria. And spiral shape is shown by some group of organisms. Spirillum type of bacteria, they will show spiral shape. അപ്പോൾ പല ഷേപ്പിൽ ഉണ്ടാവും ബാക്ടീരിയ. എങ്ങനെയാണെങ്കിലും പല ഷേപ്പിലാണ് ബാക്ടീരിയ ഇരിക്കുന്നതെങ്കിലും ഇതിന്റെയൊക്കെ ബേസിക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഓക്കെ, അതായത് ദ ഓർഗനൈസേഷൻ ഓഫ് ദ പ്രോകാരിയോട്ടിക് സെൽ ദാറ്റ് ഷോ ദ യൂണിഫോം features. Okay, so here we can see the characteristic features of this bacteria from outside. We will see. Okay, see, we have already told bacteria it has cell wall. Bacteria ക്ക് cell wall ഉണ്ട്. Cell wall ഇല്ലാത്ത ഒരു ബാക്ടീരിയ ഏതാണെന്ന് നമ്മൾ പഠിച്ചത്? മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ പ്ലൂറോന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. Remaining all bacteria, they have cell wall. And we can see there is no well defined nucleus in the case of bacteria. ബാക്ടീരിയക്ക് ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസിന് പകരം അവർക്ക് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, നമുക്കൊക്കെ എന്താ യൂക്കാരിയോട്ടിക് സെല്ലിന്റെ ഉള്ളില് സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഉണ്ടാവും. അത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്, ഒരു ഡിസ്കണ്ടിന്യൂസ് ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആയിരിക്കും. അതിന്റെ ഉള്ളിലാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ക്രോമസോം ഫോമിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ബാക്ടീരിയയുടെ കേസിൽ എങ്ങനെയാന്ന് വെച്ചാൽ ദേ ഡു നോട്ട് ഹാവ് എ മെംബ്രെയിനിയസ് സ്ട്രക്ചർ ടു ഇൻകോർപ്പറേറ്റ് ദെയർ ജനറ്റിക് മെറ്റീരിയൽ. അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു മെംബ്രെയിനിയസ് സ്ട്രക്ചർ ഒന്നും ഇല്ല. അതിനു പകരം their nuclear material it will be suspended in a particular region of cytoplasm. സൈറ്റോപ്ലാസത്തിന്റെ ഒരു പർട്ടിക്കുലർ റീജിയനില് ക്ലസ്റ്റർ ആയിട്ട് അതിങ്ങനെ കൂടി ഒരു എല്ലാം കൂടി ക്ലസ്റ്റർ ചെയ്തിട്ടായിരിക്കും കാണാം. അതായത് ഒരു ഗ്രൂപ്പ് ആയിട്ടായിരിക്കും കാണാം. അതിന് കാരണം എന്താന്ന് വെച്ചാൽ യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് they have a special protein histone that has basic nature or positive charge that will help in winding the DNA on the basic protein എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീന്റെ മേലെ വൈൻഡ് ചെയ്തിട്ടാണ് DNA കാണുന്നത്. ആർക്ക്? യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തില്. ആ ഹിസ്റ്റോണിനകത്ത് പോസിറ്റീവ് ചാർജ് കൊടുക്കുന്ന 2 അമിനോ ആസിഡ് ആണ് ആർജിനൈനും ലൈസിനും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ പക്ഷേ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഒന്നും ഇല്ല അവർക്ക്. പക്ഷേ അവരുടെ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ ചില ബേസിക് അമൈൻസ് ഉണ്ട്. അതായത് ചില അമിനോ ആസിഡ്സ്, ബേസിക് നേച്ചർ ഉള്ള അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ ബേസിക് അമൈൻസ് വന്നിട്ട് ഈ അതിന്റെ ജനറ്റിക് മെറ്റീരിയലിനെ എല്ലാം അട്രാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ DNA കണ്ടന്റിനെ എല്ലാം അട്രാക്ട് ചെയ്തിട്ട് എവിടെയാണോ ആ ബേസിക് അമൈൻസ് കാണുന്നത് ആ ഒരു റീജിയനിലെ നെഗറ്റീവ് DNA ഇറ്റ് വിൽ ബി അറ്റാച്ച്ഡ് ഓൺ ദാറ്റ് ബേസിക് അമൈൻസ് ടു മേക്ക് എ ക്ലസ്റ്റർ. ഒരു ഗ്രൂപ്പായിട്ട് കാണാൻ വേണ്ടിയിട്ട് ബേസിക് അമൈൻസ് DNA എല്ലാം കൂടി കൂടിയിട്ട് എവിടെയാണോ അത് കാണുന്നത് ആ ഒരു റീജിയനിൽ തന്നെ ഈ ന്യൂക്ലിക് ആസിഡിനെ അത് കൊണ്ടുവന്ന് നിർത്തും. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ന്യൂക്ലിയസ് ഇല്ലെങ്കിലും അവരുടെ ന്യൂക്ലിക് ആസിഡും അല്ലെങ്കിൽ DNA വന്നിട്ട് ഒരു പർട്ടിക്കുലർ റീജിയനിൽ ക്ലസ്റ്റർ ആയിട്ട് കാണാനുള്ള കാരണം. മറന്നുപോകേണ്ട ബേസിക് അമൈൻസ് ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഫോമിങ് എ സ്ട്രക്ചർ കോൾഡ് ആസ് ന്യൂക്ലിയോയിഡ്. ആ സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. ന്യൂക്ലിയസിന് പകരം അവർക്ക് എന്താണ് ഉള്ളത്? ന്യൂക്ലിയോയിഡ്. ന്യൂക്ലിയോയിഡ് ഈസ് നത്തിങ് ബട്ട് ദ DNA
and basic amines together. Basic amines together. ഇതിനകത്ത് RNA ഇല്ലാന്ന് അർത്ഥമൊന്നും ഇല്ല കേട്ടോ. ഇതിനകത്ത് RNA ഉണ്ടാവും. Majorly it will be DNA and basic amines. Okay, now we can see in the case of bacteria, there are some extra chromosomal DNA. ഇതിനെ chromosomal DNA എന്നാ പറയാം. അതിന്റെ മേജർ ജനറ്റിക് മെറ്റീരിയൽ ആണത്. ഇത് കൂടാതെ they have some extra chromosomal DNA that is called as plasmid. Plasmid എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ chromosomal DNA ഉണ്ട് ഇവർക്ക്. ഈ plasmid it is a double circular DNA. അതൊരു ഡബിൾ സർക്കുലാർ DNA ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് കോവാലന്റ്ലി ക്ലോസ്ഡ് സർക്കുലാർ DNA തന്നെയാണ് ഈ പറയുന്ന ക്രോമസോമൽ DNA ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയയുടെ ക്രോമസോമൽ DNA വന്നിട്ട് ഡബിൾ സർക്കുലാർ DNA, കോവാലന്റ്ലി ക്ലോസ്ഡ് സർക്കുലാർ DNA ആണ് കേട്ടോ. പക്ഷെ നമ്മുടെ കേസിൽ എങ്ങനെയാ, നമുക്ക് ലീനിയർ DNA ആണ്, നമുക്ക് ഒരു എന്താ പറയാ ലെങ്തി ആയിട്ടുള്ള വാല് പോലെ ഇരിക്കുന്ന DNA ആണ്. പക്ഷെ ഇവർക്ക് എങ്ങനെയാണ് കോവാലന്റ്ലി ക്ലോസ്ഡ് സർക്കുലർ DNA ആണ്. അതേപോലെ ഡബിൾ സർക്കുലർ DNA നമുക്ക് പറയാം. കാരണം മറ്റേനെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്മിഡിന് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിരിക്കും, മറ്റേ ക്രോമസോമൽ DNA കുറച്ച് വലുതായിരിക്കും. ഇനി പ്ലാസ്മിഡ് DNAയുടെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാല് they will give some additional functions to bacteria as antibiotic resistance അല്ലെങ്കിൽ ചില കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയലിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എൻസൈം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈ പ്ലാസ്മിഡ് എക്സ്പ്രസ് ചെയ്യും. അങ്ങനത്തെ കുറെ ഫങ്ഷൻസ് ആണ്. അപ്പൊ ചിലപ്പോൾ ചില പ്ലാസ്മിഡ് ഉള്ള ബാക്ടീരിയനെ ചില ആന്റിബയോട്ടിക് വെച്ച് നമ്മൾ കൊല്ലാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ നോട്ട് ഡൈ. ഓക്കെ, അങ്ങനത്തെ കുറെ പ്രത്യേകതകളാണ് ഈ പ്ലാസ്മിഡ് ഉള്ള ബാക്ടീരിയക്ക്, എക്സ്ട്രാ ക്രോമസോമൽ DNA ഉള്ള ബാക്ടീരിയക്ക് ഉണ്ടാവുക. പ്ലാസ്മിഡ് നമ്മൾ സാധാരണ റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന ഒരു വെക്ടർ മോളിക്യൂൾ ആണ് കേട്ടോ. റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ടത്. അതായത് plasmid can act as a vector molecule to carry the foreign DNA into the host organism എന്നാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഓർഗാനിസത്തിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഓർഗാനിസത്തിലേക്ക് അതിന്റെ ജനറ്റിക് മെറ്റീരിയലിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് നമ്മൾ ഒരു ജനറ്റിക് മെറ്റീരിയൽ കൊടുക്കാൻ ആ പുറത്തുനിന്ന് കൊടുക്കുന്ന ജനറ്റിക് മെറ്റീരിയലിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വെക്ടറാണ് എന്ത്, പ്ലാസ്മിഡ്. ആ പ്ലാസ്മിഡിനെ അങ്ങനെ യൂസ് ചെയ്യാം. വെക്ടർ ആണെന്നല്ല, വെക്ടർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ plasmid it gives some additional support to the bacteria as antibiotic resistant and that is used in the laboratory for making the recombinant DNA and there the plasmid is acting as a vector. Okay, അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ കേസിലൊക്കെ വെക്ടർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് അതൊരു, അല്ലെങ്കിൽ പ്ലാസ്മിഡ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് ബിക്കോസ് ദാറ്റ് ആക്ട് ആസ് എ വെക്ടർ മോളിക്യൂൾ. Now in the case of prokaryotic organism there is no cell organelle. Cell organelles ഒന്നും അവർക്ക് ഉണ്ടാവില്ല. But there is a non-membranous cell organelle that is called as ribosome present inside the cytoplasm. അവർക്ക് cytoplasm ഒക്കെ ഉണ്ട്. cytoplasmത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയോയിഡ് ഉണ്ട്. അതുപോലെ തന്നെ ribosomes we can see in the bacteria which is attached on the cell membrane. Cell membrane അറ്റാച്ച് ചെയ്തിട്ട് പ്രോട്ടീൻ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നോൺ മെംബ്രേനിയസ് സെൽ ഓർഗനൽ തന്നെയാണ് ബാക്ടീരിയയിൽ കാണുന്നത്. സാധാരണ യൂകാരിയോട്ടിക് ഓർഗാനിസത്തിലും റൈബോസോം കാണുന്നുണ്ട്, അതും നോൺ മെംബ്രേനിയസ് സെൽ ഓർഗനലാണ്. പക്ഷെ അതിന്റെ ആ ഒരു ഡെൻസിറ്റിക്കൊക്കെ വ്യത്യാസമുണ്ട്. ദാറ്റ് വിൽ സ്റ്റഡി. ഓക്കെ, അപ്പൊ നമ്മുടെ ബാക്ടീരിയയുടെ കേസിൽ സെൽ മെംബ്രെയിൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ കാണുന്ന സൈറ്റോപ്ലാസത്തിൽ പിന്നെ നമ്മൾ കാണുന്ന ഫാക്ടർ എന്താണ്, ഈ പറയുന്ന റൈബോസോം ആണ്. റൈബോസോം ഇറ്റ് ഈസ് എ നോൺ മെംബ്രെയിനിയസ് സെൽ ഓർഗനൽ. പിന്നെ ന്യൂക്ലിയോയിഡ് ഉണ്ടാവും. പിന്നെ നമുക്ക് കാണാൻ പറ്റും ദ സെൽ മെംബ്രെയിൻ it will be infolded inside the cytoplasm for increasing the surface area for the physiological activities of that particular organism. അതായത് ആ ഒരു സിംഗിൾ സെല്ലിന്റെ ഉള്ളിൽ ഒരുപാട് കോംപ്ലക്സ് റിയാക്ഷൻസ് നടക്കാനുണ്ട്. റെസ്പിറേഷൻ നടക്കാനുണ്ട്, സെൽ ഡിവിഷൻ നടക്കാനുണ്ട്, സെൽ വോൾ ഫോർമേഷൻ നടക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ബാക്ടീരിയയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. സോ ദേ നീഡ് എ ലാർജ് സർഫസ് ഏരിയ ഫോർ ഡൂയിങ് ഇറ്റ് സെപ്പറേറ്റ്ലി. കാരണം എന്താ, അവർക്ക് നമ്മുടെ ബോഡിയിൽ നമ്മുടെ യൂകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ യൂകാരിയോട്ടിക് സെല്ലിന്റെ കേസിൽ റെസ്പിറേഷൻ നടക്കാൻ മൈറ്റോകോൺട്രിയ ഉണ്ട്, പ്രോട്ടീൻ സിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും റൈബോസോമും ഉണ്ട്, ഗോൾജി അപ്പാരറ്റസ് അത് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇവർക്ക് ഇതൊന്നും ഇല്ല. അപ്പൊ ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു സർഫസ് ഏരിയ കിട്ടണം, അല്ലെ അവർക്കൊരു വർക്കിംഗ് ഡെസ്ക് കിട്ടണം, അല്ലെ ഒരു വർക്കിംഗ് പ്ലേസ് കിട്ടണം. അതിനു വേണ്ടിയിട്ട് ആ ഒരു സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാം ഇൻ ദ കേസ് ഓഫ് പ്രോകാരിയോട്ടിക് ഓർഗാനിസം, see here they have a cell wall, they have a cell membrane,
they will be having another membrane on the outer surface of the cell wall. Here, this cell membrane, it can be invaginated inside in such a manner it increases the surface area. Okay, idine nammal parayna perana mesosome. Adinu parayna perana mesosome. And we can see here somewhere the nuclear material will be suspended. This is called as the nucleoid. And we can see here and the ribosome will be attached. Okay, idayirikkum oru bacteria structure nu parayna. Now we will see the cell envelope which is present in this group of organisms. നമ്മൾ ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുള്ളൂ. അതായത് ബാക്ടീരിയ എന്ന് പറയുന്ന പല ഷേപ്പിൽ ഉണ്ടാവും. പല ഷേപ്പിലാണ് ബാക്ടീരിയ എടുക്കുന്നെങ്കിലും അതിന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് സെയിം ആയിരിക്കും. ബാക്ടീരിയയിൽ മൈക്കോപ്ലാസ്മ ഉണ്ട്, കോമൺ ബാക്ടീരിയ ഉണ്ട്, അതേപോലെ സൈനോ ബാക്ടീരിയ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് മൈക്കോപ്ലാസ്മയ്ക്ക് ഒഴികെ ബാക്കി എല്ലാത്തിനും സെൽ വോൾ ഉണ്ടാവും. അപ്പോൾ സെൽ വോളിന്റെ സെൽ മെംബ്രെയിന്റെ ഒക്കെ ഉള്ളിലായിട്ട് നമുക്ക് സൈറ്റോപ്ലാസം കാണാൻ പറ്റും. ഈ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ DNA ഉൾക്കൊള്ളിച്ചേക്കുന്ന ആ ഒരു റീജിയന് നമ്മൾ പറയുന്ന ന്യൂക്ലിയോയിഡ് എന്നാണ്. അവർക്ക് ന്യൂക്ലിയസ് ഇല്ല. അതേപോലെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു സൈറ്റോപ്ലാസത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ കാണാൻ പറ്റും. അതിന് നമ്മൾ മീസോസോം എന്ന് പറയും. മീസോസോം ശരിക്കും സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ ഇതിന്റെ ഉള്ളിൽ റൈബോസോംസ് ഉണ്ടാവും. റൈബോസോംസ് പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ന്യൂക്ലിയർ മെറ്റീരിയൽ ക്രോമസോമൽ DNA ഒപ്പം ക്രോമസോമൽ DNA സാധാരണ കോവാലന്റ്ലി ക്ലോസ്ഡ് സർക്കുലർ DNA ആണ് കാണാം. അതിന്റെ ഒപ്പം തന്നെ എക്സ്ട്രാ ക്രോമസോമൽ DNA പ്ലാസ്മിഡും കാണാം. ഈ പ്ലാസ്മിഡിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഗിവിംഗ് എക്സ്ട്രാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓർ അഡീഷണൽ ക്യാരക്ടേഴ്സ് ടു ദ bacteria, and it also help us a vector molecule in recombinant DNA technology. Recombinant DNA technology le vector molecule ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. Now we will see from a little detail about this cell envelope. See here, the most generally bacteria is covered by a 3-layered cell envelope. This cell envelope etra layered ആയിരിക്കും? 3 layered ആയിരിക്കും. Cell envelope, it is 3 layered. And we can see the 3-layered cell envelope. It consists of outermost layer, that is glycocalyx. Glycocalyx ആണ് ഏറ്റവും പുറത്ത് കാണുന്ന ലെയർ. Then after that we can see the cell wall. Then after that we can see the cell membrane. Now, what is the function of this glycocalyx? See, ഈ ഗ്ലൈക്കോകാലിക്സ് പല ഓർഗാനിസത്തിലും പല തിക്നെസ്സിലും പല അതുപോലെ തന്നെ പല കോമ്പോസിഷനിലും അതുപോലെ അറേഞ്ച്മെന്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഗ്ലൈക്കോകാലിക്സ് ചിലപ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. ദാറ്റ് വിൽ മേക്ക് എ ക്യാപ്സ്യൂൾ ലൈക്ക് സ്ട്രക്ചർ ഓൺ ദ ഔട്ട്സൈഡ് ഒരു ക്യാപ്സ്യൂൾ പോലെ ഇരിക്കും ടൈറ്റ് ആയിട്ടാണെങ്കിൽ. അല്ലെങ്കിൽ അതൊരു മ്യൂക്കസ് പോലെ ഒരു സ്ലൈമി ആയിട്ടാണെങ്കിൽ we can see a slimy layer in the glycocalyx. ഇനി ഗ്ലൈക്കോകാലിക്സിന്റെ വേറെ ഫങ്ഷൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രിവെൻഷൻ ഓഫ് ഡെസിക്കേഷൻ. അത് ബാക്ടീരിയയുടെ സെല്ല് ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടി, ഡെസിക്കേഷൻ ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൈക്കോകാലിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നോട്ട് ചെയ്തോളണം കേട്ടോ. നൗ പ്രൊട്ടക്ഷൻ ഫ്രം ദ ഫാഗോസൈറ്റ്സ്. നമുക്കറിയാം ഈ ബാക്ടീരിയ പാത്തോജനിക് ആണെങ്കിൽ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ബോഡി കയറി കഴിഞ്ഞാൽ ഹോസ്റ്റ് ഓർഗാനിസം എപ്പോഴും ഇതിനെ എൻഗൾഫ് ചെയ്യാനുള്ള ഒരു പ്രവണത കാണിക്കും. കാരണം എന്താ, നമ്മുടെ ബോഡിയിലൊക്കെ WBC മാക്രോഫേജസ് കാണാറുണ്ട്. മാക്രോഫേജസ് WBC ഏതൊക്കെയാണ്? മോണോസൈറ്റ്സും അതുപോലെ തന്നെ ന്യൂട്രോഫിൽസും ആണ് കേട്ടോ. മോണോസൈറ്റ്സും ന്യൂട്രോഫിൽസ് നമ്മൾ ബോഡി ഫ്ലൂയിഡ്സും സർക്കുലേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. The monocytes and neutrophils, they act as phagocytes. അപ്പോൾ അതൊക്കെ എൻഗൾഫ് ചെയ്ത് ഇതിനെ വിഴുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് സഹായിക്കും? ഗ്ലൈക്കോകാലിക്സ് സഹായിക്കും. അതേപോലെ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ പ്രൊട്ടക്ടിങ് ദ സെൽ ഫ്രം ടോക്സിക് കെമിക്കൽസ്. ടോക്സിക് കെമിക്കൽസിൽ നിന്നും ഡ്രഗ്സിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പാത്തോജനിക് ഓർഗാനിസം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ വന്നാൽ നമ്മൾ എന്തെടുക്കും? നമ്മൾ മരുന്ന് കഴിക്കും. ഈ മരുന്നിൽ നിന്നൊക്കെ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഗ്ലൈക്കോകാലിക്സ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ദേ ആർ ഹെൽപ്പിംഗ്. അതേപോലെ ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന ചില വൈറസസ് ഉണ്ട്, ദാറ്റ് ഈസ് ബാക്ടീരിയോഫേജസ്. ഈ ബാക്ടീരിയോഫേജസിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടും ഗ്ലൈക്കോകാലിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ അറ്റാച്ച്മെന്റ് ഓൺ ദ സബ്സ്ട്രേറ്റം. ഈ ബാക്ടീരിയ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷനിലാണ് അതിന് ഇൻഫെക്ഷൻ കൊടുക്കുന്നെങ്കിൽ ആ ഒരു പോർഷനിൽ വന്നിട്ട് അതിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഗ്ലൈക്കോകാലിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇമ്മ്യൂണോജെനിസിറ്റി, ഫോർ ദാറ്റ് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ്. വേറൊരു ഓർഗാനിസം വന്ന് ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വിറുലൻസ് എന്ന് വെച്ചാൽ നമുക്ക് പത്തോജനിക് ആവാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസും അതുപോലെ ഗ്ലൂക്കോസ് മോളിക്യൂളും ഒക്കെ അതിന്റെ സർഫസിൽ കാണാൻ കഴിയും.
ഇപ്പൊ ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്ന ഏറ്റവും പുറത്തെ ലെയറാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ 3 ലെയറും പ്രൊട്ടക്ഷന് തന്നെ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഈവൻ ദോ ദേ ഹാവ് എ സ്പെഷ്യൽ ഫങ്ഷൻസ് ഇൻ ഈച്ച് ലെയർ, എല്ലാ ലെയറിലും ഒരു സ്പെഷ്യൽ ഫങ്ഷൻ ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ 3 ലെയറും കൂടി കൂടിയിട്ട് ഇവര് ശരിക്കും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എല്ലാത്തിന്റെ ഒരു കോമൺ ഫങ്ഷനാണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഗ്ലൈക്കോകാലിക്സ് ശരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത് പ്രോട്ടീൻസും അതുപോലെ തന്നെ ഗ്ലൂക്കോസ് മോളിക്യൂളും. അതിന്റെ കോമ്പോസിഷൻ വേരി ചെയ്യാം കേട്ടോ. ചിലപ്പോൾ ലിപ്പോപോളിസാക്കറൈഡ് കൊണ്ടായിരിക്കാം ഉണ്ടാക്കിയിട്ടുള്ളത്, അതുപോലെ ഗ്ലൂക്കോസും പ്രോട്ടീൻസും കൂടിയിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കുറച്ച് ടഫായിട്ട് അല്ലെങ്കിൽ കുറച്ച് ടൈറ്റ് ആയിട്ട് കാണുന്നത് ക്യാപ്സ്യൂൾ ഫോമിലും, കുറച്ച് മ്യൂക്കസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ അതിന് സ്ലൈമി ലെയറും ആയിട്ടായിരിക്കും കാണുക. ഇതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ പ്രിവെന്റിങ് ദ ഡെസിക്കേഷൻ, ഉണങ്ങി പോവാതെ സഹായിക്കും. അതുപോലെ ഫാഗോസൈറ്റ്സിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും. ടോക്സിക് കെമിക്കൽസിൽ നിന്നും ഡ്രഗ്സിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും. ഇതിനെ വൈറസസ് അറ്റാക്ക് ചെയ്യാതെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗ്ലൈക്കോകാലിക്സ് ലെയർ ആണ്. അതേപോലെ തന്നെ വേറൊരു സബ്സ്ട്രേറ്റത്തിൽ അല്ലെങ്കിൽ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൈക്കോകാലിക്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇമ്മ്യൂണോജെനിസിറ്റി, അതായത് അവരുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ഈ പറയുന്ന ഗ്ലൈക്കോകാലിക്സിലുണ്ട്. അതേപോലെ വിറുലൻസ്, അവർക്ക് ടോക്സിസിറ്റി, ഇപ്പൊ നമ്മുടെ ബോഡിയിലേക്ക് ഇൻഫെക്ഷൻ വന്നാൽ ആ ടോക്സിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതും ഈ ഗ്ലൈക്കോകാലിക്സ് ലെയർ ആണ് കേട്ടോ. Now we will see the next layer, that is the cell wall. Cell wall, it is made with peptidoglycan. ബാക്ടീരിയയുടെ സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ള എന്തുകൊണ്ടാണ്? പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ്. പെപ്റ്റിഡോഗ്ലൈക്കൻ, it is a heteropolysaccharide layer. It is a heteropolysaccharide and this is made with N-acetyl glucosamine and N-acetyl muramic acid. ഈ മ്യൂറാമിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ പെപ്റ്റിഡോഗ്ലൈക്കനെ നമ്മൾ മ്യൂറീൻ എന്നും പറയും. ദിസ് ഈസ് ഓൾസോ റെപ്രസെന്റഡ് ആസ് മ്യൂറീൻ. ഓക്കെ, N-acetyl glucosamine and N-acetyl muramic acid, that is a composition of this peptidoglycan. ഈ സെൽ വോളും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, so the function of the cell wall determine the shape of the cell and it provide the strong structural shape to prevent the bacteria from bursting or collapsing. Important ആണ് കേട്ടോ. ബാക്ടീരിയ ബേഴ്സ്റ്റ് ചെയ്യുന്നോ കൊളാപ്സ് ചെയ്യുന്നോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് ഷേപ്പും സ്ട്രക്ചറും കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് cell wall. So this cell wall, it will be varying. Cell wall composition, it is varying from organism to organism. അതായത് ഇപ്പോൾ 2 തരത്തിലുള്ള ബാക്ടീരിയ നമ്മൾ എടുത്താൽ, ചില ബാക്ടീരിയ ലൈക്ക് സ്ട്രെപ്റ്റോകോക്കസ്, ചില ബാക്ടീരിയ ലൈക്ക് എസ്ക്രീഷ്യ കൊളൈ, നമ്മൾ ഇതിനെയൊക്കെ ഈ സെൽ വാളിന്റെ ഒരു വേരിയേഷൻ അനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. എന്താണ് ഈ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ? ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഈ സെൽ വാൾ കോമ്പോസിഷൻ അനുസരിച്ച് ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് കേട്ടോ. സെൽ വാളിന്റെ കോമ്പോസിഷൻ അനുസരിച്ച് ബാക്ടീരിയനെ നമുക്ക് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ക്രിസ്റ്റ്യൻ ഗ്രാം എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇങ്ങനെ ഒരു ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അത് ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ, ക്രിസ്റ്റ്യൻ ഗ്രാം കണ്ടുപിടിച്ച സ്റ്റെയിനിങ് ആണ് ഗ്രാം സ്റ്റെയിനിങ്. ഈ ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയറിൽ ബ്ലൂ കളറായിട്ട് നിലനിൽക്കുന്ന ബാക്ടീരിയനെ ഗ്രാം പോസിറ്റീവ് എന്നും പിങ്ക് കളറായിട്ട് ഇരിക്കുന്ന ബാക്ടീരിയനെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നാണ് പറയുന്നത്. ഇനി അതിന്റെ സ്റ്റെയിനിങ് പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ചാൽ വി ആർ ട്രീറ്റിംഗ് ദ ബാക്ടീരിയനെ നമുക്ക് കളർലെസ് ആയിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് അതിന് കളർഫുൾ ആക്കിയതിനു ശേഷം സ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളൊരു ബാക്ടീരിയ എടുത്ത് സ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഗ്രാം സ്റ്റെയിനിങ്ങിന്റെ മെത്തേഡ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന 2 സ്റ്റെയിൻ, ഒന്ന് ബ്ലൂ കളറും ഒന്ന് അല്ലെങ്കിൽ പർപ്പിൾ കളറും ഒന്ന് പിങ്ക് കളർ സ്റ്റെയിനുമാണ്. പർപ്പിൾ കളർ സ്റ്റെയിൻ വിച്ച് വി ആർ യൂസിങ്, ദാറ്റ് ഈസ് ക്രിസ്റ്റൽ ഗ്രാം. ക്രിസ്റ്റൽ ഗ്രാം എന്ന് പറയുന്ന ഒരു സ്റ്റെയിനാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു പ്രൊസീജിയർ പറഞ്ഞുതരാം. എന്നിട്ട് ഞാൻ അതിന് കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഒന്ന് ബ്ലൂ ഒന്ന് പിങ്കും ആയിട്ട് ഇരിക്കണെന്ന് പറഞ്ഞുതരാം. നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ക്രിസ്റ്റൽ ഗ്രാം, ക്രിസ്റ്റൽ വയലറ്റ്, ദാറ്റ് ക്രിസ്റ്റൽ ഗ്രാം അല്ല ക്രിസ്റ്റൽ വയലറ്റ്. ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്ന സ്റ്റെയിൻ ബ്ലൂ കളർ സ്റ്റെയിൻ ആണ്. ഈ സ്റ്റെയിൻ ഒഴിച്ചിട്ട് നമ്മൾ ഈ ബാക്ടീരിയന് ഒരു മിനിറ്റ് ഇൻക്യുബേഷൻ വെക്കും. അതായത് നമ്മളൊരു ഗ്ലാസ് സ്ലൈഡിനകത്ത് ഈ ബാക്ടീരിയയുടെ ഒരു സ്മിയർ എടുക്കും, ഒരു തിൻ ലെയർ എടുക്കും, തിൻ ലെയർ ഓഫ് ബാക്ടീരിയ എടുക്കും. എന്നിട്ട് നമ്മൾ ഈ ക്രിസ്റ്റൽ വയലറ്റ് ഒഴിച്ച് 1 മിനിറ്റ് വെക്കും. 1 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും ഈ ബാക്ടീരിയയുടെ സെൽ വോൾ വന്നിട്ട് ഈ ക്രിസ്റ്റൽ വയലറ്റിനെ അബ്സോർബ് ചെയ്യും. അപ്പൊ എന്താവും, ബാക്ടീരിയ ബ്ലൂ കളറിലായിട്ട് മാറും. ഈ ബ്ലൂ കളറിലായിട്ട് ബാക്ടീരിയ മാറി അല്ലെങ്കിൽ ആ സ്മിയർ ബ്ലൂ കളറിലായിട്ട് മാറി കഴിയുമ്പോൾ നമ്മൾ അതിനെ വെറുതെ ടാപ്പ് വാട്ടറിൽ ഒന്ന് കഴുകും. ടാപ്പ് വാട്ടറിൽ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് വി വിൽ ഫിക്സ് ദി സ്റ്റെയിൻ വിത്ത് അയോഡിൻ സൊല്യൂഷൻ.
അയോഡിൻ സൊല്യൂഷൻ വെച്ചിട്ട് ആ ബാക്ടീരിയ അബ്സോർബ് ചെയ്ത സ്റ്റെയിൻ ഇനി കഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫിക്സ് ചെയ്യും. അയോഡിൻ സൊല്യൂഷൻ ശരിക്കും ഒരു മോർഡന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഫിക്സേറ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് ഈഥൈൽ ആൽക്കഹോൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അതൊരു ഡീകളറൈസിങ് ഏജന്റ് ആണ് കേട്ടോ. ഡീകളറൈസിങ് ഏജന്റ് അസറ്റോൺ ഓർ ഈഥൈൽ ആൽക്കഹോൾ. അസറ്റോൺ അല്ലെങ്കിൽ ഒരു ഈഥൈൽ ആൽക്കഹോൾ ഒരു ഇത്തിരി ഒഴിച്ച് നമ്മൾ പെട്ടെന്ന് അത് ടാപ്പ് വാട്ടറിൽ കഴുകിയെടുക്കും. അപ്പൊ നമുക്ക് കാണാം അതിനകത്തുനിന്ന് ബ്ലൂ കളർ ഇങ്ങനെ ഇളകി ഇളകി പോകുന്നത് നമുക്ക് കാണാം. കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ ആ ബ്ലൂ കളർ അബ്സോർബ് ചെയ്ത് വെച്ചേക്കുന്ന സെൽവോളിലാണ്. സെൽവോളിൽ അബ്സോർബ് ചെയ്ത് വെച്ചേക്കുന്ന ബ്ലൂ കളർ നമ്മൾ അസറ്റോൺ ഒഴിച്ചു കഴിയുമ്പോൾ ആ സെൽവോള് പതുക്കെ ഡിസോൾവ് ആയി പോകും അസറ്റോണില് കേട്ടോ. അതിനൊരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സെൽവോള് ഡിസോൾവ് ആയി പോകുന്നതനുസരിച്ച് സെൽവോൾ അബ്സോർബ് ചെയ്തേക്കുന്ന സ്റ്റെയിനും എന്താവും, പതുക്കെ പതുക്കെ ഇളകി പോകും. നൗ ആഫ്റ്റർ ദാറ്റ് വാട്ട് വി വിൽ ഡു, വി വിൽ ജസ്റ്റ് ട്രീറ്റ് വിത്ത് ദ സെക്കൻഡ് സ്റ്റെയിൻ ഓർ കൗണ്ടർ സ്റ്റെയിൻ. കൗണ്ടർ സ്റ്റെയിൻ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സഫ്രാനിൻ ആണ്. സഫ്രാനിൻ എന്ന് പറയുന്നത് ഒരു പിങ്ക് കളർ സ്റ്റെയിൻ ആണ്. ഈ സഫ്രാനിൻ ഒഴിച്ചു കഴിയുമ്പോൾ ബാക്ടീരിയ കളർലെസ് ആയി പോയ ബാക്ടീരിയ, ചില ബാക്ടീരിയ കംപ്ലീറ്റ് കളർലെസ് ആവില്ല, ചില ബാക്ടീരിയ കംപ്ലീറ്റ് കളർലെസ് ആയി പോകും. കളർലെസ് ആയി പോയ ബാക്ടീരിയയുടെ സെൽവോളിലേക്ക്, ബാക്കിയുള്ള സെൽവോളിലേക്ക് രണ്ടാമത്തെ സ്റ്റെയിൻ അബ്സോർബ് ചെയ്യും. കളർലെസ് ആയി പോവാത്ത ബാക്ടീരിയയുടെ സെൽവോളിലേക്ക് രണ്ടാമത്തെ സ്റ്റെയിൻ അബ്സോർബ് ചെയ്യില്ല. അപ്പൊ എന്താ, ആദ്യത്തെ സ്റ്റെയിൻ അതിന്റെ സെൽവോളിൽ പിടിച്ചിരിക്കുന്നുണ്ട്. ആദ്യത്തെ സ്റ്റെയിന്റെ കളർ എന്താണ്, ബ്ലൂ കളറാണ്. ആ ബാക്ടീരിയനെ നമ്മൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പറയും. Gram positive bacteria, they will not absorb the second stain or counter stain, so they will be remaining in the blue color. And gram negative bacteria, they will remove the first stain during decolorization. Decolorization ചെയ്യുന്ന സമയത്ത് അവർ ഫസ്റ്റ് സ്റ്റെയിൻ കംപ്ലീറ്റ് റിമൂവ് ആക്കി കളയും. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെയിൻ അല്ലെങ്കിൽ കൗണ്ടർ സ്റ്റെയിൻ അത് അബ്സോർബ് ചെയ്യും. അതാണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആയിട്ട് കാണുന്നത്. അത് പിങ്ക് കളറിലായിരിക്കും ഇരിക്കുന്നത്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സഫ്രാന് ഇറ്റ് ഈസ് റെഡ് ഓർ പിങ്ക് ഇൻ ഷെയ്ഡ്. അപ്പൊ അത് പിങ്ക് കളറിലായിരിക്കും ഇരിക്കുക. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അങ്ങനെ പോസിറ്റീവും നെഗറ്റീവും അല്ലെങ്കിൽ ഒന്ന് ബ്ലൂ ഒന്ന് പിങ്കും ആയിട്ട് കാണാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ദിസ് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ സെൽ വോൾ ഓഫ് ബാക്ടീരിയ. ഇത് കൂടാതെ പെപ്റ്റിഡോഗ്ലൈക്കനെ കൂടാതെ സെൽ വോളിൽ കാണുന്ന വേറൊരു ലെയർ ആണ് ലിപ്പിഡ് ലെയർ. ഓക്കെ, ഈ പെപ്റ്റിഡോഗ്ലൈക്കന്റെ പുറത്ത് എന്തും കൂടി ഉണ്ടാവും, ലിപ്പിഡും കൂടി ഉണ്ടാവും. ആ ലിപ്പിഡിന്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് ഇറ്റ് വിൽ ബി വേരിയിങ് ഫ്രം ഗ്രാം പോസിറ്റീവ് ടു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയില് പെപ്റ്റിഡോഗ്ലൈക്കനെ കവർ ചെയ്തിരിക്കുന്ന ലിപ്പിഡ് ഒരു തിൻ കോട്ടിംഗ് ആയിരിക്കും. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയില് ലിപ്പിഡിനെ കവർ ചെയ്തിരിക്കുന്ന പെപ്റ്റിഡോഗ്ലൈക്കനെ കവർ ചെയ്തിരിക്കുന്ന ലിപ്പിഡ് എങ്ങനെയായിരിക്കും, ഒരു തിൻ ലെയർ ആയിരിക്കും. പക്ഷെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ എങ്ങനെയായിരിക്കും അറിയോ, അത് പെപ്റ്റിഡോഗ്ലൈക്കനെ കവർ ചെയ്തിരിക്കുന്ന ലിപ്പിഡ് ലെയർ കോംപ്ലക്സ് ആയിരിക്കും, കുറച്ച് കട്ടി ഉണ്ടാവും. അതേപോലെ അതൊരു വേവി നേച്ചർ ആയിരിക്കും. അതല്ലാതെ ഒരു കണ്ടിന്യൂസ് ലെയർ ആയിരിക്കില്ല. ഇനി നിങ്ങൾ നോക്കിക്കേ, ആദ്യത്തെ കേസിൽ നമ്മൾ ഫസ്റ്റ് ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഒരു തിൻ ലെയർ ലിപ്പിഡ് ഉള്ളത് കൊണ്ട് തന്നെ പെപ്റ്റിഡോഗ്ലൈക്കനിലേക്ക് അതിന്റെ സ്റ്റെയിനിനെയും കൂടെ അതിന്റെ ആ ഫസ്റ്റ് സ്റ്റെയിനിനെ പെപ്റ്റിഡോഗ്ലൈക്കനിലേക്കും കൂടെ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇൻ ദ കേസ് ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ വി ക്യാൻ സീ ദ പ്രൈമറി സ്റ്റെയിൻ ഈസ് അബ്സോർബ്ഡ് ബൈ ബോത്ത് പെപ്റ്റിഡോഗ്ലൈക്കൻ ആൻഡ് ലിപ്പിഡ്. ഓക്കെ, ഇനി സെക്കൻഡ് കേസിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ എങ്ങനെയാണ്, ആ ലിപ്പിഡ് ലെയർ വളരെ തിക്കാണ്, അത് വേവിയാണ്. അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെയിൻ ഇറ്റ് വിൽ ബി അബ്സോർബ്ഡ് ഓൺലി ടു ലിപ്പിഡ്. ലിപ്പിഡിലേക്ക് മാത്രമായിരിക്കും ഫസ്റ്റ് സ്റ്റെയിൻ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ത് കിട്ടിയിട്ടില്ല, ആ സ്റ്റെയിൻ കിട്ടിയിട്ടില്ല. നൗ ഡ്യൂറിംഗ് ഡീകളറൈസേഷൻ ചെയ്യുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടാണ്, ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ അസറ്റോൺ വെച്ചിട്ടാണ്. നമുക്കറിയാം ലിപ്പിഡ് മോളിക്യൂൾ ഇറ്റ് ഈസ് സൊല്യൂബിൾ ഇൻ ദ ആൽക്കഹോൾ. ആൽക്കഹോളിൽ സൊല്യൂബിൾ ആണ് ലിപ്പിഡ്. അപ്പൊ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയില് ആ ലിപ്പിഡ് ലെയർ എന്ന് പറയുന്നത് വളരെ തിന്നാ, അത് ഡിസോൾവ് ആയി പോകും. പക്ഷെ പെപ്റ്റിഡോഗ്ലൈക്കനോ അത് ഡിസോൾവ് ആയി പോകില്ല. കാരണം എന്താ, അതൊരു ഷുഗർ മോളിക്യൂൾ ആണ്, ഹെറ്ററോ പോളിസാക്കറൈഡ് ആണ് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് എത്തനോളിൽ അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോളിൽ അല്ലെങ്കിൽ അസറ്റോണിൽ അത് ഡിസോൾവ് ആവില്ല. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, അപ്പൊ ഈ ഡിസോൾവ് ആവില്ലാത്ത പെപ്റ്റിഡോഗ്ലൈക്കലിന് എന്ത് കളർ ഇരിക്കുന്നുണ്ട്, ബ്ലൂ കളർ ഇരിക്കുന്നുണ്ട്. കാരണം എന്താ, അവർക്ക് ലിപ്പിഡ് ചെറിയൊരു തിൻ ലെയർ ആയതുകൊണ്ട് പെപ്റ്റിഡോഗ്ലൈക്കലിലേക്കും പ്രൈമറി സ്റ്റെയിൻ പിടിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ കേസിൽ ആ ലിപ്പിഡ് ലെയർ തിക്കാണ്. ലിപ്പിഡ് ലെയർ തിക്ക് ആയതുകൊണ്ട് എന്താണ് അവിടെ ആ ലിപ്പിഡ് ലെയറിലേക്ക് മാത്രമേ എന്ത് അബ്സോർബ് ചെയ്തിട്ടുള്ളൂ, പ്രൈമറി സ്റ്റെയിൻ അബ്സോർബ് ചെയ്തിട്ടുള്ളൂ. ഈ ലിപ്പിഡ് ആണെങ്കിൽ അസറ്റോൺ ചെല്ലുമ്പോൾ കംപ്ലീറ്റ് ഡിസോൾവ് ആയി പോവുകയും ചെയ്യും. അത് കംപ്ലീറ്റ് ഡിസോൾവ് ആയി പോയാൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ഓൾറെഡി പ്രൈമറി സ്റ്റെയിൻ കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായി, ആ ബാക്ടീരിയ കളർലെസ് ആയി. അപ്പൊ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആസ് ദേ ഹാവ് എ ലെസ് കണ്ടന്റ് ഓഫ് ലിപ്പിഡ്, they will absorb the primary stain to both lipid as well as peptidoglycan layer. While decolorization, only the lipid layer will be removed. Peptidoglycan will remain as colored, as blue color. In the case of gram-negative bacteria, we can see the lipid layer as it is thick, it will absorb the complete primary stain and it will not give any blue color to peptidoglycan layer. So when we do the decolorization, the lipid molecule will be completely removed out and peptidoglycan will remain as colorless. And we can see after the decolorization, gram-positive bacteria will be having blue color, gram-negative bacteria will not be having any color. So when we add the counter stain or the secondary stain, not primary, counter stain or secondary stain, we can see they are absorbing, the gram-negative bacteria can absorb this secondary stain. Gram-positive bacteria is already saturated with the primary stain. So gram-positive bacteria will remain as blue bacteria and gram-negative bacteria that will remain as pink bacteria. This much is clear. Adangane gram-positive and gram-negative bacteria nammal parayunna ketta. Now we will see the next part of this cell envelope, that is cell membrane. Cell membrane, it is made with phospholipid. Phospholipid kondana cell membrane undakkittilla. So this cell membrane, it is uniform in all prokaryotes and eukaryotes. Idoru question choichadana, which part of the cell is showing uniformity in all living organism? എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും യൂണിഫോമിറ്റി കാണിക്കുന്ന സെല്ലിന്റെ ഏത് പാർട്ടിലാണ്? ദാറ്റ് ഈസ് ഇൻ ദ സെൽ മെംബ്രെയിൻ. ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും അതും ഇമ്പോർട്ടന്റ് ആണ്, അതും പഠിച്ചോളണം. Now we can see the cell membrane, it has certain functions. Cell membrane on which the respiration it occurs in the case of bacteria. Bacteria dekku respiration process nadakkunna cell membrane lana. Cell membrane, it will be invaginated inside the cytoplasm in the form of mesosome. Mesosome inde form il adu ullilekku invaginate cheyidittundav. That will help in the mesosome, it will be having different structures. Okay, ഒന്നുപോലെ അത് ലെമല്ലെ പോലെ ആയിരിക്കും കാണാം. ലെമല്ലെ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു എലോങ്ങേറ്റഡ് സ്ട്രക്ചർ ആയിട്ടായിരിക്കും കാണാം. അതല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഷോയിങ് എ ട്യൂബ്യൂൾ ലൈക്ക് സ്ട്രക്ചർ, ഒരു ട്യൂബ്യൂൾ പോലെ ആയിരിക്കും കാണാം. അതല്ലെങ്കിൽ ഇത് കാണുന്നത് വെസിക്കിൾ പോലെ ഒരു സ്ട്രക്ചർ ആയിരിക്കും, ഓവൽ ഷേപ്പിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണാം. അപ്പൊ ഏത് തരത്തിൽ വേണമെങ്കിലും സെൽ മെംബ്രെയിൻ ഇൻവാജിനേറ്റ് ചെയ്യാം ഇൻസൈഡ് ദ സൈറ്റോപ്ലാസം ഫോർ ഡൂയിങ് ദെയർ ഫംഗ്ഷൻ. അവരുടെ ആ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് സെൽ മെംബ്രെയിൻ ഉള്ളിലേക്ക് ഇൻവാജിനേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തായാലും മീസോസോം എന്ന് പറയുന്നത്. അതിന്റെ കുറെ ഫംഗ്ഷൻസ് എന്താന്ന് വെച്ചാൽ, ഒന്ന് അതിന് സെൽ വോൾ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സെൽ വോൾ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ പറയുന്ന മീസോസോം ആണ്. അതേപോലെ തന്നെ വി ക്യാൻ സി ദിസ് മീസോസോം വെൻ ഇറ്റ് ഈസ് ഇൻവാജിനേറ്റിംഗ് ഇൻസൈഡ് ദ ന്യൂക്ലിയോയിഡ്. ഈ സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തില്ല, സ്പിൻഡിൽ ഫൈബേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ ഇവര് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ന്യൂക്ലിയോയിഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ന്യൂക്ലിയോയിഡ് ഉണ്ടാവും. ഈ 2 ന്യൂക്ലിയോയിഡിനെ നമുക്ക് ഈക്വൽ ആയിട്ട് 2 സെല്ലിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് DNA റിപ്ലിക്കേഷൻ കഴിയുമ്പോൾ ആ DNA ഈക്വൽ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ മീസോസോം ഇതിന്റെ ഇടയിൽ കൂടെ വളരും. അപ്പൊ എന്തായി, 2 ന്യൂക്ലിയോയിഡ് 2 സൈഡിലേക്ക് മാറി ആ സെല്ല് ഈക്വൽ ആയിട്ട് ന്യൂക്ലിയോയിഡിനെ റിസീവ് ചെയ്യും, അത് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ മൈറ്റോട്ടിക് ഡിവിഷൻ എന്ന് പറയാം. Okay, അതേപോലെ we can see this will help in increasing the surface area for respiration. റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ള സർഫസ് ഏരിയ കൂട്ടുക. അതേപോലെ സെക്രീഷൻ പ്രോസസ്, ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ സെക്രീഷൻ പ്രോസസ്. അതേപോലെ എൻസൈമാറ്റിക് കണ്ടന്റ്, എൻസൈമാറ്റിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സർഫസ് ഏരിയ കൊടുക്കുക. ഇതൊക്കെയാണ് ഈ മീസോസോമിന്റെ ഫംഗ്ഷൻ. അതേപോലെ തന്നെ സെൽ മെംബ്രെയിൻ ഇറ്റ് വിൽ ബി എക്സ്റ്റെൻഡഡ് ഇൻ ദ കേസ് ഓഫ്
cyanobacteria in the form of chromatophores. ഈ മീസോസോം ഉണ്ടാവുന്ന പോലെ തന്നെ മീസോസോം തന്നെയാണ് സെൽ മെംബ്രെയിന്റെ ഒരു ഇൻവാജിനേഷനും എക്സ്റ്റൻഷനും which is seen in the cyanobacteria that is called as chromatophores. ഈ ക്രോമാറ്റോഫോഴ്സിനകത്താണ് സൈനോബാക്ടീരിയയുടെ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോപിഗ്മെന്റ്സ് ഉണ്ടാവുക. ഫോട്ടോപിഗ്മെന്റ്സ് എവിടെ ഉണ്ടാവുക? ഈ മീസോസോം ടൈപ്പ് എക്സ്റ്റൻഷൻ, അതിന് പറയുന്ന പേരാണ് ക്രോമാറ്റോഫോഴ്സ്. ഇതും ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The photopigments present in cyanobacteria is seen in chromatophores. Okay. Now, ഇനി ബാക്ടീരിയ ദാറ്റ് മേ ബി മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ. ബാക്ടീരിയ ചിലപ്പോൾ മോട്ടൈൽ ആയിരിക്കാം, ചിലപ്പോൾ നോൺ മോട്ടൈൽ ബാക്ടീരിയ ആയിരിക്കാം. അതായത് മൊബിലിറ്റി ഉള്ള ബാക്ടീരിയ ഉണ്ടാവും, മൊബിലിറ്റി ഇല്ലാത്ത ബാക്ടീരിയ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് അതിന്റെ സർഫസിൽ നിന്ന് കുറെ എക്സ്റ്റൻഷൻ ഉണ്ട്. അതായത് ബാക്ടീരിയയുടെ ഈ ഏറ്റവും പുറത്തുള്ള എൻവലപ്പിൽ നിന്ന് കുറെ എക്സ്റ്റൻഷൻ ഉണ്ട്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഫ്ലാജെല്ല എന്ന് പറയുന്നത്. ഫ്ലാജെല്ല ഈസ് ദ ലോക്കോമോട്ടറി ഓർഗൻ പ്രസന്റ് ഇൻ ബാക്ടീരിയ. ഈ ഫ്ലാജെല്ല ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു പ്രോട്ടീൻ കൊണ്ടാണ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫ്ലാജെല്ലിൻ. ഫ്ലാജെല്ല ഈസ് മെയ്ഡ് വിത്ത് എ പ്രോട്ടീൻ കോൾഡ് ആസ് ഫ്ലാജെല്ലിൻ. ഫ്ലാജെല്ലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടാണ് ഫ്ലാജെല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. Now if you see the flagella, it will be extending from the surface of the bacteria like this. This region we can call as filament. ഇതിനെ നമുക്ക് filament എന്ന് വിളിക്കാം. അതേപോലെ തന്നെ we can see a structure like this here, which will help in attaching this portion to this cell wall or glycocalyx layer. This is called as hook. ഇത് നമ്മൾ hook എന്ന് പറയും. അതുപോലെ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഇതിന്റെ ബേസൽ ബോഡി ഇരിക്കുക. ഈ ബേസൽ ബോഡി കുറെ റിങ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതായത് ഏറ്റവും പുറത്ത് കാണുന്ന റിങ് എന്ന് പറയുന്നത് എൽ റിങ് ആണ്. ആ എൽ റിങ് കാണുന്ന ഈ ഗ്ലൈക്കോകാലിക്സ് ലെയറിലായിരിക്കും. ഇത് ഇതിന്റെ ബേസൽ ബോഡിയുടെ ഫസ്റ്റ് പോർഷൻ ആണ് കേട്ടോ. അതായത് ഏറ്റവും പുറത്ത് കാണുന്ന പോർഷൻ ആണ്. ദിസ് ഈസ് കോൾഡ് ആസ് എൽ റിങ്. Okay, and we can see inside that there is a P ring. This P ring, it will be like this. And ഈ പെപ്റ്റിഡോഗ്ലൈക്കനിൽ കാണുന്ന ഒരു റിംഗ് ആണ് P ring എന്ന് പറയുന്നത്. ഇതും ഈ ബേസൽ ബോഡിയുടെ ഒരു ഭാഗമാണ് കേട്ടോ. അതേപോലെ ഏറ്റവും ഉള്ളിലത്തെ ഭാഗം സെൽ മെംബ്രെയിനിലേക്ക് അറ്റാച്ച് ചെയ്ത് കാണുന്ന ഭാഗമാണ് SM ring. അതായത് രണ്ട് റിംഗ് ഉണ്ടാവും. This is attached to the cell membrane, that is SM ring. Okay, ഇത് ഓർത്തിരുന്നോളാം. ഇപ്പൊന്നും ചോദിക്കാറില്ല, പക്ഷെ പണ്ട് നേരത്തെയൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇത് നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. See, the basal body it consists of which all ring എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ചോദിക്കാറുള്ളത്. So here basal body it consists of outer L ring, then P ring, SM ring. L ring it is present in the glycocalyx. P ring it is present in the cell wall, and SM ring it is embedded inside the cell membrane. Now we can see another extension which is present on the surface of the bacteria, that is nothing but pili. Pili and fimbriae also. Okay, pili എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാല് കോൺജുഗേഷൻ ട്യൂബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പിലി ഉള്ളത്. ബാക്ടീരിയയിൽ കാണുന്ന ഒരു തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ആണ് പാരാസെക്ഷൽ റീപ്രൊഡക്ഷൻ. ജനറ്റിക് മെറ്റീരിയലിന്റെ ഒരു എക്സ്ചേഞ്ച് ആണത്. ഈ പാരാസെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കോൺജുഗേഷൻ ട്യൂബിന്റെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് പിലി യൂസ് ചെയ്യുന്നുണ്ട്. പിലി ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ കോൾഡ് ആസ് പിലിൻ. പിലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടാണ് പിലി ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ വി ക്യാൻ സി അനദർ എക്സ്റ്റൻഷൻ പ്രസന്റ് ഇൻ ദ ഓൺ ദ സർഫസ് ഓഫ് ബാക്ടീരിയ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫിംബ്രിയെ. Fimbriae actually it will help in attaching on the substratum or the host organism. ഹോസ്റ്റ് ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഫിംബ്രിയെ. ഈ ഫിംബ്രിയെ ഉണ്ടാക്കിയിട്ടുള്ളതും പിലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ്. ഫിംബ്രിയെ ഉണ്ടാക്കിയിട്ടുള്ളതും പിലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് റൈബോസോം ആൻഡ് ഇൻക്ലൂഷൻ ബോഡീസ് ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയിൽ കാണുന്ന റൈബോസോംസും ഇൻക്ലൂഷൻ ബോഡീസും നമുക്ക് നോക്കാം. എന്താണ് റൈബോസോം എന്ന് പറയുന്നത്? റൈബോസോം ഈസ് എ നോൺ മെംബ്രേനിയസ് സെൽ ഓർഗനൽ പ്രസന്റ് ഇൻസൈഡ് ബാക്ടീരിയ. ബാക്ടീരിയയിൽ കാണുന്ന ഒരു നോൺ മെംബ്രേനിയസ് സെൽ ഓർഗനലാണ് റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോം ആക്ച്വലി ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ. അതായത് റൈബോ ന്യൂക്ലിക് ആസിഡ് RNA പ്രോട്ടീനും കൊണ്ട് ഉണ്ടാക്കിയതാണ് റൈബോസോം എന്ന് പറയുന്നത്. Ribosome is acting as a protein
protein factory. ഒരു protein factory ആയിട്ടാണ് ribosome act ചെയ്യുന്നത്. So here we can see ribosome present inside this bacteria is 70S ribosome. എന്താണ് 70S ribosome എന്ന് ചോദിച്ചാൽ ആ റൈബോസോമിന്റെ ഡെൻസിറ്റി ആണ് 70S കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. So here we can see it will be having a large subunit and a small subunit of ribosome. റൈബോസോമിന് ഒരു ലാർജ് സബ്യൂണിറ്റും ഒരു സ്മോൾ സബ്യൂണിറ്റും ഉണ്ടാവും. A large subunit it will be 50S and small subunit it will be 30S. എന്താണ് S റെപ്രസെന്റ് ചെയ്യുന്നത്? S is nothing but Swedberg unit. S എന്താണ്? Swedberg unit ആണ് കേട്ടോ. S is representing the Swedberg unit. That is nothing but sedimentation coefficient. അതിന് പറയുന്ന sedimentation coefficient എന്നാണ്. So here എത്ര ഫാസ്റ്റ് ആയിട്ടാണോ ഇത് സെഡിമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഡെൻസിറ്റി അനുസരിച്ച് നമുക്കറിയാം ഹൈ ഡെൻസ് ആയിട്ടുള്ള പാർട്ടിക്കിൾ വേഗം സെഡിമെന്റ് ചെയ്യും അല്ലെ. സെഡിമെന്റേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ സ്പീഡിൽ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യും. നല്ല ഫാസ്റ്റ് ആയിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നല്ല കനമുള്ള പാർട്ടിക്കിൾസ് വേഗം പോയി സെഡിമെന്റ് ചെയ്യും. അപ്പൊ എത്ര ഫാസ്റ്റ് ആയിട്ടാണോ അത് സെഡിമെന്റ് ചെയ്യുന്നത് ദാറ്റ് ഷോ ഇറ്റ്സ് ഡെൻസിറ്റി. വേഗം അത് സെഡിമെന്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡെൻസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും. പതുക്കെ സെഡിമെന്റ് ചെയ്യുന്നെങ്കിൽ അത് കുറച്ച് ലെസ് ഡെൻസ് ആയിട്ടുള്ളതായിരിക്കും. അങ്ങനെ സെഡിമെന്റേഷൻ റേറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് അതിന്റെ റൈബോസോം എപ്പോഴും ഫങ്ഷൻ ചെയ്യാത്ത സമയത്ത് സെപ്പറേറ്റ് ആയിട്ട്, അതായത് അതിന്റെ സബ് യൂണിറ്റ്സ് ആയിട്ടായിരിക്കുന്നത്. അത് ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ലാർജ് സബ് യൂണിറ്റും സ്മോൾ സബ് യൂണിറ്റും കൂടി ജോയിൻ ചെയ്തിട്ട് 70S റൈബോസോം ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഈ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയത് രണ്ട് സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് ഉള്ള രണ്ട് റൈബോ ന്യൂക്ലിയോ പ്രോട്ടീനെയാണ്. ഒന്നിന് 50S ആയിരുന്നു, ഒന്നിന് 30S ആണ്. ഇനി അത് രണ്ടും കൂടി ജോയിൻ ചെയ്യിപ്പിച്ച് സെഡിമെന്റേഷൻ ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് 70S is the sedimentation coefficient. 50 കൂട്ടിയ 80 നമുക്കറിയാം. പക്ഷെ ഇവിടെ 70S വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് എപ്പോഴും രണ്ട് മോളിക്യൂൾസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ, ഇതൊരു റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ ആണല്ലോ, ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ ജോയിൻ ചെയ്യുന്ന സമയത്ത് they will lose certain particles in the form of water maybe. കുറച്ച് വെയിറ്റ് കുറയും അല്ലെങ്കിൽ കുറച്ച് ഡെൻസിറ്റി കുറയുമ്പോഴാണ് അത് 70S റൈബോസോം ആയിട്ട് മാറുന്നത്. അപ്പൊ ഓർത്തിരുന്നോളാം, ഇറ്റ് ഹാസ് ദ റൈബോസോം, ഇറ്റ്സ് സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് ഈസ് 70S ആൻഡ് ഇറ്റ് ഹാസ് 2 സബ് യൂണിറ്റ് 50S ആൻഡ് 30S സബ് യൂണിറ്റ് ഓഫ് റൈബോസോം. ഈ റൈബോസോം സാധാരണ കാണുന്ന സെൽ മെംബ്രെയിനിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും കാണാം. അതല്ലെങ്കിൽ ഇറ്റ് വിൽ ബി അറ്റാച്ച്ഡ് ഓൺ ദ മീസോസോം. ദിസ് ആക്ട് ആസ് എ പ്രോട്ടീൻ ഫാക്ടറി. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന എവിടെയാണ്? DNA റിലീസ് ചെയ്യുന്ന mRNA അല്ലെങ്കിൽ DNA ഫോം ചെയ്യുന്ന mRNAയുടെ സർഫസിലാണ് അവർ പ്രോട്ടീൻ സിന്തസിസ് നടത്തുക. അതുകൊണ്ട് തന്നെ mRNAയുടെ മേലെ ആയിരിക്കും ഇത് കോംപ്ലക്സ് മോളിക്യൂൾ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ mRNA പ്രോട്ടീൻ എക്സ്പ്രഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന സമയത്ത് ഈ mRNA ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം mRNAയിൽ ഒരു ചെയിൻ പോലെ കുറെ റൈബോസോംസ് ഇങ്ങനെ മുത്തടുക്കി വെച്ച പോലെ കുറെ റൈബോസോംസ് ബൈൻഡ് ചെയ്യുന്നതാണ്. സാധാരണ യൂകാരിയോട്ടിക് ഓർഗാനിസത്തില് ഒരൊറ്റ റൈബോസോം ഒരു mRNAയിൽ കാണുള്ളൂ. പക്ഷെ പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നൂല് പോലെ വരുന്ന mRNAയുടെ ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയിൻ ആയിട്ട് റൈബോസോം അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പോളിസോം. Okay, ribosomes present in the prokaryotic organisms are called as polysome because it will be arranged as a chain during its function on mRNA. ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് mRNAയുടെ മേലെ ഒരു ചെയിൻ പോലെ അറേഞ്ച് ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമ്മളതിനെ പോളിസോം എന്ന് പറയുന്നത്. ഈ പോളിസോമിന് പറയുന്ന വേറൊരു പേരാണ് പോളിറൈബോസോം. പോളിറൈബോസോം അല്ലെങ്കിൽ പോളിസോം എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പ്രോകാരിയോട്ടിക് ഓർഗാനിസം. പ്രോകാരിയോട്ടിൽ മാത്രമേ അതങ്ങനെ കാണുള്ളൂ. നമുക്കൊക്കെ ഒരൊറ്റ റൈബോസോം മാത്രമേ ഒരു mRNAയിൽ അറ്റാച്ച് ചെയ്യുള്ളൂ. ഇതിന് പറയുന്ന വേറൊരു പേരാണ് എർഗോസോം. എർഗോസോം എന്ന് പറയുന്നതും ഈ പറയുന്ന പോളിസോമിനാണ് കേട്ടോ. എർഗോസോം എന്ന് പറയുന്ന ആ ടേം വെച്ച് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ നമുക്ക് എർഗോസോം എന്താണെന്ന് അറിയില്ലെങ്കിൽ എഴുതാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ എർഗോസോം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. So here ribosome, it is present in the case of prokaryotic organism that is having the sedimentation coefficient as 70S and it has a big subunit and a small subunit. Big subunit it is 50S and small subunit it is 30S. And we can see this is arranging on mRNA as a chain, so it is called as polysomes or polyribosome or ergosome. Okay, now we can see the size of this is 50 nanometer by 20 nanometer is the size of this
this one, ribonucleoprotein or ribosome. എന്തിനാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ribonucleoprotein എന്ന് പറയുന്നതെന്ന് അറിയോ? Ribosome is a എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ribosome is a ribonucleoprotein. That was the correct answer for that. Okay. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അത് ഒരുപാട് നാൾ മുമ്പൊന്നുമല്ല, 2016 17 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Ribosome is a ribonucleoprotein. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് അത് പറയാനുള്ള കാരണം കേട്ടോ. No. അതിന്റെ സൈസ് വന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ 15 നാനോമീറ്റർ ബൈ 20 നാനോമീറ്റർ ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് 2 സബ് യൂണിറ്റ് 50S and 30S. നമ്മൾ പറഞ്ഞു ഈ റൈബോസോം ഉണ്ടാക്കിയിട്ടുള്ളത് റൈബോന്യൂക്ലിയോ പ്രോട്ടീനും കൊണ്ടും അതുപോലെ തന്നെ റൈബോന്യൂക്ലിക് ആസിഡ് കൊണ്ടും പ്രോട്ടീനും കൊണ്ടാന്ന് പറഞ്ഞു. Ribosome, it is made with ribonucleic acid and protein. So here, this 50S subunit of ribosome, it will be having a ribonucleic acid. Its size will be 23S. 23S rRNA. Ribosomal RNA ആണ് rRNA എന്ന് പറയുന്നത്. 23S rRNA is present in 50S subunit of ribosome. ഈ 23S rRNA, it can act as a ribozyme. Ribozyme എന്ന് പറഞ്ഞാൽ RNAക്ക് എൻസൈം ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ribozyme. So here the 23S rRNA, it can act as a peptidyl transferase enzyme. ഈ 23S rRNAക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? Peptidyl transferase enzyme. ഇതിന്റെ ആക്ടിവിറ്റി എങ്ങനെയാന്ന് ഞാൻ 12th സ്റ്റാൻഡേർഡിലെ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ പ്രോട്ടീൻ സിന്തസിസ് പറയുമ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ ഹിയർ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈം ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ഡ്യൂറിംഗ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ ബിറ്റ്വീൻ അമിനോ ആസിഡ്. അമിനോ ആസിഡിന്റെ ഇടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്, ഒരു എൻസൈമാണ് peptidyl transferase enzyme. ആ peptidyl transferase enzyme എന്ന് പറയുന്നത് 23S rRNA, അതൊരു റൈബോസൈം ആണ്. അത് ഇരിക്കുന്നത് എവിടെയാണ്? 70S റൈബോസോമിന്റെ ലാർജ് സബ് യൂണിറ്റ് ആയ 50S റൈബോസോമിൽ ഇരിക്കുന്ന rRNA ആണ്. Okay. Now we will see 30S ribosome. It consists of two different types of rRNA. That is 16S and 5S rRNA. 16S and 5S rRNA. ഇവിടെ ഈ 23S അതിന്റെ സൈസ് അനുസരിച്ചിട്ടാണ്. അതേപോലെ തന്നെയാണ് 16S ഉം 5S ഉം അതിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് അവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. So here we can see 23S rRNA is the ribonucleic acid present in the large subunit, and 16S and 5S rRNA are the two different types of RNA present inside the small subunit of ribosome. അപ്പോൾ നമ്മുടെ പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിൽ റൈബോസോം 70S റൈബോസോം ആണ്. 2 സബ് യൂണിറ്റ് ഉണ്ട്, 50 and 30. ഈ റൈബോസോമിന്റെ സൈസ് വന്നിട്ട് 15/20 നാനോമീറ്റർ ആണ്. അതേപോലെ നമുക്ക് ഈ റൈബോസോം പോളിസോംസ് ആയിട്ടാണ് കാണുക. പോളിസോമിന് പറയുന്ന വേറൊരു പേര് പോളിറൈബോസോം അല്ലെങ്കിൽ എർഗോസോം എന്നാണ്. അതേപോലെ ഈ 50S സബ് യൂണിറ്റിൽ കാണുന്ന ഇത് റൈബോന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. കാരണം ഇത് റൈബോന്യൂക്ലിക് ആസിഡ് കൊണ്ടും പ്രോട്ടീനും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിന്റെ ലാർജ് സബ് യൂണിറ്റിൽ കാണുന്ന ഒരു rRNA 23S rRNA ആണ്. ഈ 23S rRNA റൈബോസൈം ആയിട്ട് ആക്ട് ചെയ്യും. റൈബോസൈം എന്ന് പറഞ്ഞാൽ RNA എൻസൈമിനാണ് റൈബോസൈം എന്ന് പറയാം. അതേപോലെ അതിന്റെ 30S സബ് യൂണിറ്റിൽ 16S and 5S rRNA is present. Okay. Now, next one is inclusion bodies. Inclusion bodies എന്ന് പറയുന്ന പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ചില ഗ്രാന്യൂൾ ലൈക്ക് സ്ട്രക്ചർ ആണ്. അത് മെംബ്രൈനേസ് ഒന്നും അല്ല കേട്ടോ, ചുമ്മാ ഇങ്ങനെ ഡ്രോപ്പ് പോലെ കാണുന്ന സ്ട്രക്ചർ ആണ്. ദാറ്റ് ഈസ് nothing but phosphate granules are present. Cyanophysian granules are present. അതേപോലെ നമുക്ക് glycogen granules are present. Gas vacuoles are found in blue, green and purple and green photosynthetic bacteria. ഇതൊക്കെയാണ് അതിനകത്ത് കാണുന്ന ഇൻക്ലൂഷൻ ബോഡീസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രാന്യൂൾസ്? ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ്, ദാറ്റ് ഈസ് എ സ്റ്റോറേജ് പ്രോഡക്റ്റ്. ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ്, സ്റ്റോറേജ് പ്രോഡക്റ്റ്. Cyanophysian granule, it is present inside the cyanobacteria for the storage of starch, because they synthesize the starch inside the cytoplasm, right? Because they can receive the sunlight and they can do the photosynthesis with the help of pigment present in the chromatophore. Chromatophore il present ആയിട്ടുള്ള പിഗ്മെന്റിനെ വെച്ചിട്ട് പിഗ്മെന്റിനെ കൊണ്ട് അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഫോട്ടോസിന്തസിസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റാർച്ചിനെ
ഗ്രാനുൾസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് സൈനോഫൈസിയൻ ഗ്രാനുൾസ് എന്ന് പറയാം. ഗ്ലൈക്കോജൻ ഗ്രാനുൾസ് ഉണ്ട്. അതേപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയിൽ ചെറിയ ചെറിയ വാക്യൂൾസ് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഈ വാക്യൂൾസ് എന്നൊക്കെ പറയുന്ന മെംബ്രെയിനിയസ് ഒന്നും അല്ല. നമ്മൾ വാക്യൂൾസ് സാധാരണ പ്ലാന്റ്സിന്റെ കേസിലൊക്കെ പറയുമ്പോൾ അതിനൊരു മെംബ്രെയിൻ ഉണ്ട്, ടോണോപ്ലാസ്റ്റ് ആണ് അതിന്റെ മെംബ്രെയിൻ എന്ന് പറഞ്ഞ് പഠിക്കും. പക്ഷെ ഇവർക്ക് മെംബ്രെയിൻ ഒന്നും ഇല്ല. ചുമ്മാ ഡ്രോപ്പ് ആയിട്ട് കാണുന്ന കുറെ ഇൻക്ലൂഷൻ ബോഡീസ് ആർ ഓൾസോ പ്രസന്റ് ഇൻസൈഡ് ദ ബാക്ടീരിയ. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ ബാക്ടീരിയയെ പറ്റി, പ്രോകാരിയോട്ടിക് സെല്ലിനെ പറ്റി. പ്രോകാരിയോട്ടിക് സെല്ലിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ പ്രോകാരിയോട്ടിക് സെല്ല് പല ഷേപ്പിലുണ്ടെങ്കിലും അതിന്റെയൊക്കെ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേപോലെ തന്നെയായിരിക്കും. നമ്മൾ പല ഷേപ്പിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ഒരു സെൽ എൻവലപ്പ് ഉണ്ടാവും. ഈ സെൽ എൻവലപ്പിന് 3 ലെയർ ഉണ്ടാവും. സാധാരണ മൈക്കോപ്ലാസ്മയിൽ മാത്രമാണ് സെൽ വോൾ കാണാത്ത, ബാക്കി എല്ലാത്തിനകത്തും ഈ 3 എൻവലപ്പ് ഉണ്ട്. മൈക്കോപ്ലാസ്മ സെൽ വോൾ ഇല്ലാത്ത സെൽ മെംബ്രെയിൻ മാത്രമുള്ള ഒരു ഓർഗാനിസം ആണ്. ഏറ്റവും ചെറിയ സെൽ എന്ന് പറയുന്ന മൈക്കോപ്ലാസ്മയാണ്. അതേപോലെ നമുക്ക് കാണാൻ പറ്റും ഈ സെൽ എൻവലപ്പിന് 3 ലെയർ ഉണ്ട്. ഗ്ലൈക്കോ കാലിക്സ്, സെൽ വോള്, സെൽ മെംബ്രെയിൻ. ഗ്ലൈക്കോ കാലിക്സിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചിരിക്കുക. അതിന്റെ സ്ലൈമി ലെയറും ക്യാപ്സ്യൂൾ ലെയറും ഓർത്തിരിക്കണം. അതുപോലെ തന്നെ സെൽ വോളിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അനുസരിച്ച് ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അത് ഓർത്തിരിക്കണം. സെൽ വോളിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഓർത്തിരിക്കണം. സെൽ മെംബ്രെയിനിന്റെ കോമ്പോസിഷൻ എന്താണെന്ന് ഓർത്തിരിക്കാം. ഫോസ്ഫോലിപ്പിഡ് കൊണ്ടാണ് സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫോസ്ഫോലിപ്പിഡ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലെസിത്തിൻ. ഫോസ്ഫോലിപ്പിഡ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലെസിത്തിൻ. ഓക്കെ, ലെസിത്തിൻ എന്നാണ് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്ന വേറൊരു പേര്. ഈ സെൽ മെംബ്രെയിൻ ഇൻവാജിനേറ്റ് ചെയ്ത് കാണുന്ന ഒരു മീസോസോം സ്ട്രക്ചർ ഉണ്ടാവും. പിന്നെ അതിന്റെ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈറ്റോപ്ലാസം സാധാരണ യൂകാരിയോട്ടിക് സെല്ലിന്റെ ഉള്ളിലെ സൈറ്റോപ്ലാസം പോലെ തന്നെയാണ്. പക്ഷെ ഇവർക്ക് സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് ഒന്നും കാണില്ല, അല്ലെങ്കിൽ മെംബ്രെയിനിയസ് സെൽ ഓർഗനൽസ് ഒന്നും കാണില്ല. അവർക്ക് ന്യൂക്ലിയസും ഉണ്ടാവില്ല. ന്യൂക്ലിയസ് ലെസ് സെൽസ് ആർ കോൾഡ് ആസ് പ്രോകാരിയോട്ടിക് സെൽ. പ്രോ മീൻസ് പ്രിമിറ്റീവ്, കാരിയോ മീൻസ് ന്യൂക്ലിയസ്. പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ള ഒരു സെല്ലാണ് പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയാം. അവരെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ന്യൂക്ലിയോയിഡ് ആണ്. ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത് അവരെ ന്യൂക്ലിയർ മെറ്റീരിയൽ എല്ലാം കൂടി ഒരു മൂലയിൽ അല്ലെങ്കിൽ ഒരു സൈറ്റോപ്ലാസത്തിന്റെ ഒരു ഭാഗത്ത് വന്ന് സസ്പെൻഡഡ് ആയിട്ട് കാണുന്നതാണ്. അതിന് കാരണം ആ ഭാഗത്തുള്ള ബേസിക് അമൈൻസ് ആണ്. ബേസിക് അമൈൻസിന് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡിനെ അത് അട്രാക്ട് ചെയ്യും. ബേസിക് അമൈൻസ് കാണുന്ന എവിടെയാണ് ആ ഒരു ഭാഗത്ത് അതിനെ കൊണ്ട് അക്യുമുലേറ്റ് ചെയ്യിക്കുകയും ചെയ്യും. ആ DNA-ക്ക് കോവാലന്റ്ലി ക്ലോസ്ഡ് സർക്കുലർ DNA ആയിരിക്കും അവർക്കുള്ളത്. അതേപോലെ തന്നെ ദേ വിൽ ബി ഹാവിങ് സം എക്സ്ട്രാ ക്രോമസോമൽ DNA ഫോർ ദം. അതിന് നമ്മൾ പ്ലാസ്മിഡ് എന്നാണ് പറയാം. പ്ലാസ്മിഡ് കുറെ അഡീഷണൽ ക്യാരക്ടേഴ്സ് ബാക്ടീരിയയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇത് എന്താണ് പ്ലാസ്മിഡ് നമ്മൾ റീകോമ്പിനേറ്റ് DNA ടെക്നോളജിയിൽ വെക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ബാക്ടീരിയൽ സെല്ലിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്ന വേറൊരു പാർട്ടാണ് ഈ മീസോസോം ഇൻവാജിനേഷൻ. വി ഓൾറെഡി സെഡ്. മീസോസോമിന്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് ഓർത്തിരുന്നോളാം. സെൽ വോൾ ഫോർമേഷൻ, അതേപോലെ തന്നെ ന്യൂക്ലിയസ് ഈക്വൽ ആയിട്ട് ഡോട്ടർ സെല്ലിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഫംഗ്ഷൻ, റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ള സർഫസ് ഏരിയ കൂട്ടുക എന്നുള്ള ഫംഗ്ഷൻ, അങ്ങനെ കുറെ എൻസൈമാറ്റിക് ആക്ടിവിറ്റീസ് നടക്കുന്ന ആ ഒരു ഏരിയ കൊടുക്കുക. അതേപോലെ സെക്രീഷൻസ് മീസോസോമിൽ നിന്നുണ്ട്, അതൊക്കെ ഓർത്തിരുന്നോളാം. അതേപോലെ നമുക്ക് ഇതിന്റെ ഔട്ടർ ഗ്രോത്ത്, അതായത് സെല്ലിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന ഗ്രോത്ത്, അതായത് അതിന്റെ മോട്ടൈൽ ഓർഗാനിസം അതിന്റെ മോട്ടിലിറ്റി കൊടുക്കുന്ന ആ പാർട്ട് ഫ്ലാജില്ല എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. പിലിന്റെ ഫംഗ്ഷൻ എന്താണ്? പിലി എന്ന് പറയുന്നത് എന്താണ്? സെക്സ് പിലി എന്നാണ് നമ്മൾ പറയാം. കാരണം അവർക്ക് പാരാസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ കോൺജുഗേഷൻ ട്യൂബ് ഉണ്ടാക്കുന്നതാണ്. ഞാനത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. സോ ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് മച്ച് ഹിയർ. ഫ്ലാജിലൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ലോക്കോമോഷൻ. ഫ്ലാജില ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിമ്പിൾ സ്ട്രക്ചറാണ് ഫ്ലാജില എന്ന് പറയുന്നത്. ഫ്ലാജിലിൻ പ്രോട്ടീൻ കൊണ്ടാണ്. ഫ്ലാജിലയ്ക്ക് 3 പാർട്ടാണുള്ളത്. ഒന്ന് ഫിലമെന്റ് എക്സ്റ്റെൻഡഡ് പോർഷൻ, പിന്നെ ഉള്ളത് ഹുക്ക് എന്ന് പറയുന്ന നെക്ക് പോലെ ഇരിക്കുന്ന ഭാഗമാണ്, പിന്നെ ബേസൽ ബോഡി വെച്ചിട്ടാണ് ഫ്ലാജില അതിന്റെ സെല്ലിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ബേസൽ ബോഡിയിൽ നമുക്ക് LPSM റിംഗ് കാണാം. എൽ റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും പുറത്തുള്ള ഗ്ലൈക്കോ കാലിക്സിൽ എംബഡ് ആയിട്ട് കാണുന്നതാണ്. P ring എന്ന് പറയുന്ന സെൽ വോളിൽ കാണുന്നതാണ്. SM ring it is embedded inside the cell membrane. Pili and fimbriae it is made with pili. Pili conjugation tube ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് fimbriae attachment സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക്
അടുത്ത് കാണാൻ കഴിയുന്ന സ്ട്രക്ചർ ഇതിൻ്റെ ഉള്ളിൽ റൈബോസോം ആണ്. റൈബോസോം സാധാരണ 70S റൈബോസോം ആണ് പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിലുള്ളത്. അത് സെൽ മെംബ്രെയിനിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് സാധാരണ പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിൽ റൈബോസോം കാണുക. റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രോട്ടീൻ ഫാക്ടറി എന്ന് അറിയപ്പെടും. അതിന്റെ സൈസ് വന്ന് 15/20 നാനോമീറ്റർ ആണ്. ഇത് 2 സബ് യൂണിറ്റ് ആയിട്ടാണ് കാണുക. 70S റൈബോസോം 2 സബ് യൂണിറ്റ് ആയിട്ടാണ് കാണുക. ഒന്ന് 50S ആണ്, 1 is 30S. ഇത് ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് അത് ജോയിൻ ചെയ്തിട്ട് mRNA അറ്റാച്ച് ആയിട്ടായിരിക്കും കാണാം. mRNA ഇത് വരിവരിയായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് അതിന് നമ്മൾ പോളിസോം എന്ന് പറയും, അല്ലെങ്കിൽ പോളി റൈബോസോം എന്ന് പറയും, അല്ലെങ്കിൽ എർഗോസോം എന്ന് പറയും. ഈ പോളിസോം അല്ലെങ്കിൽ പോളി റൈബോസോം അല്ലെങ്കിൽ എർഗോസോം എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഓൺലി പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണ്. യൂകാരിയോട്ടിക് ഓർഗാനിസത്തിൽ എപ്പോഴും ഒരൊറ്റ റൈബോസോം മാത്രമേ mRNA കാണുള്ളൂ. അതേപോലെ തന്നെ ഇതിന്റെ 50S സബ് യൂണിറ്റിൽ കാണുന്ന ഈ റൈബോസോം എന്ന് പറയുന്ന റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. റൈബോ ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണത്. അതുകൊണ്ട് തന്നെ പെക്യൂലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള RRNAs റൈബോസോമിനോട് അറ്റാച്ച് ചെയ്ത് കാണുന്ന RNAക്കാണ് നമ്മൾ റൈബോസോമൽ RNA അല്ലെങ്കിൽ RRNA എന്ന് പറയാം. ആ RRNA സ്പെസിഫിക് ആയിട്ട് ഓരോ സബ് യൂണിറ്റിലും കാണും. 50S സബ് യൂണിറ്റിൽ കാണുന്ന RRNA ആണ് 23S RRNA എന്ന് പറയുന്നത്. ഈ 23S RRNAയുടെ ഫംഗ്ഷൻ റൈബോസൈം ആക്ഷൻ ആണ്. റൈബോസൈം എന്ന് പറഞ്ഞാൽ RNA എൻസൈം ആണ്. ദാറ്റ് ക്യാൻ ഡു പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ആക്ടിവിറ്റി. അത് പ്രോട്ടീൻ സിന്തസിസിന്റെ സമയത്ത് 2 അമിനോ ആസിഡിന്റെ ഇടയിൽ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് 23S RRNA. അതുപോലെ 16S RRNA, 5S RRNA സ്മോൾ സബ് യൂണിറ്റിൽ കാണുന്നതാണ്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഏത് സമയത്ത് മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ? പ്രോട്ടീൻ സിന്തസിസിന്റെ സമയത്ത് മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഈ ബാക്ടീരിയയുടെയൊക്കെ സെല്ലിന്റെ ഉള്ളിൽ, ഇതിന്റെ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ കാണുന്ന ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട്. ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ഗ്രാനുൾസ് ആണ്. അതായത് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അത് വെക്കുന്നത് പല സ്റ്റോറേജ് ഗ്രാനുൾസ് ആയിട്ടായിരിക്കും. സൈനോബാക്ടീരിയയുടെ കേസിലാണെങ്കിൽ സൈനോഫൈസിയൻ ഗ്രാനുൾസ് ആയിരിക്കും. സൈനോഫൈസിയൻ ഗ്രാനുൾസ് അത് ഈ മീസോസോം അതിന്റെ ഉള്ളിലേക്ക് ഇൻവാജിനേറ്റ് ചെയ്ത് കാണുന്ന ലെമല്ലേ സ്ട്രക്ചർ ക്രോമാറ്റോഫോഴ്സ് ആയിട്ടാണ് മോഡിഫൈ ചെയ്യുന്ന സൈനോബാക്ടീരിയൽ അല്ലെ. ക്രോമാറ്റോഫോഴ്സിൽ കാണുന്ന ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് കൊണ്ട് അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാനും സ്റ്റാർച്ച് ഉണ്ടാക്കാനും കഴിയും. അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് സൈനോഫൈസിയൻ ഗ്രാനുളിൽ. ഗ്ലൈക്കോജൻ സ്റ്റോറേജ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വാക്യൂൾസ് ഒക്കെ കാണാൻ പറ്റും ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയൽ. അതിനെല്ലാം കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറയാ, ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയാം. പക്ഷേ ഇൻക്ലൂഷൻ ബോഡീസിന് ഒരിക്കലും എന്തുണ്ടാവില്ല, മെംബ്രെയിൻ ഉണ്ടാവില്ല. നോൺ മെംബ്രെയിനിയസ് ആയിരിക്കും, ഡ്രോപ്പ് പോലെ ആയിരിക്കും കാണാം. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ പ്രോകാരിയോട്ടിക് സെൽ. ഏകദേശം എല്ലാ പോയിന്റും തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എനിക്ക് തോന്നിയില്ല, ഇത്രയും മതിയാവും. ഏകദേശം ഇത്രയൊക്കെ ഇത് ഇങ്ങനെയൊക്കെ ചോദിക്കാറുള്ളൂ ഈ പറയുന്ന പ്രോകാരിയോട്ടിക് സെല്ലിന്റെ ഭാഗത്തുനിന്ന്. പിന്നെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ കുറച്ച് അഡീഷണൽ ആയിട്ട് നമ്മൾ പ്രോകാരിയോട്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ വിത്ത് ദാറ്റ് ദിസ് ഇസ് ഇനഫ്. ഇനി നമുക്ക് പഠിക്കാനുള്ള യൂകാരിയോട്ടിക് സെല്ലാണ് നമ്മളിത് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം.